പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ശരിക്കും ഒരു സാധാരണ മലയാളിയുടെ, ഞങ്ങളുടെ സ്വന്തം ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. വേൾഡ് ഓഫ് ഗോപിയിലൂടെ ശരിക്കും അവൻ്റെ ലോകമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം നാട് കേരളം. ഇളക്കി മറിച്ച നിതിൻ മോളി തരംഗത്തിന് ശേഷം കേരളം കത്തിക്കാനായി ആൽപ്പറമ്പിൽ ഗോപി എത്തുന്നു ഡിജോ ജോസ് ആന്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ. പടം നമ്മൾ വിചാരിച്ച കണക്കല്ല, ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. ഫുള്ള് കോമഡി ഉണ്ട്, ഒരുപാട് കൈയടിക്കുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ ഇതില് കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ്. മുത്തപ്പന്റെ മുമ്പിൽ കൊണ്ടുവരാ പറഞ്ഞിട്ടിവിടെ അവന്റെ പോക്ക് ശരിയല്ലെന്ന് അന്നേ മുത്തപ്പൻ പറഞ്ഞതല്ലേ വൈദങ്ങളെ. ഭയങ്കര എൻഗേജിംഗ് ആണ്, ഫുള്ള് എൻഗേജിങ് ആണ്. അത്ര കോമഡി നമ്മൾ പ്രതീക്ഷ കോമഡി അല്ല, കൂടുതൽ സീരിയസ് പൊളിറ്റിക്സ് ആണ് ചർച്ച. സീരിയസ് ടോപ്പിക് ആണല്ലേ? സീരിയസ് ടോപ്പിക്, എപ്പോഴത്തെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. വർക്കായി, എല്ലാവർക്കും വർക്കായി, കുഴപ്പമൊന്നും. ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവാണവൻ. കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ നിവിൻ പോളിയുടെ മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതായിരിക്കും ത്രൂ ഔട്ട് ദ സിനിമ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കോമഡി പ്ലസ് നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. കടക്കാൻ അവൻ അറിയില്ല. കരുതിയിരിക്കാൻ പറയണം. സീരിയസ് ടോപ്പിക്കും കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ട്. അതെ, അതിൽ കണ്ട ആ കോമഡീന്റെ ഇതും പിന്നെ കൃഷ്ണ സോങ്ങിൽ കണ്ട കോമഡിയും അതിൽ നിന്നൊക്കെ മാറിയിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് മാറി. കാരണം അപകടം അവന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. കുറ്റം കേട്ടവനാ ഇടി തരില്ല അവൻ. വലിയ പ്രശ്നങ്ങൾ അവനെ കാത്തിരിക്കുന്നു. നെവിന്റെ കംബാക്ക് ആയിരിക്കും ഉറപ്പായിട്ട്. മാസ് എന്ന് പറഞ്ഞാ പോരാ, മരണ മാസ്. It's going to be a hit.